ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കല്യാണത്തിൻ്റെ വിശേഷങ്ങളാണ്. കല്യാണത്തിന് വേണ്ടി ഒരുക്കങ്ങളെല്ലാം നടത്തി എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് അങ്ങനെ ഇരിക്കുന്നു. കല്യാണ പെണ്ണും അതുപോലെ നമ്മുടെ ഗൗതവും ലക്ഷ്മിയും എല്ലാവരും ഒഴിച്ച് ബാക്കി എല്ലാവരും ഭയങ്കര ഹാപ്പിയിലാട്ടോ ഇന്നത്തെ ദിവസം. അതുപോലെ നമ്മുടെ അർജുനും വളരെ ഹാപ്പിയിലാണ്. അർജുനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല പിങ്കിയാണെങ്കിൽ. പാവം അർജുൻ എല്ലാം ഇങ്ങനെ കണ്ട് ഭാവം ഒന്നും മനസ്സിലാകാത്ത ഒരിതിലിരിക്കുന്നു. ഈ സമയത്ത് ഗൗതം ഇങ്ങനെ പിങ്കിയെ തന്നെ നോക്കിയിരിക്കുന്നു. ഈ സമയം പിങ്കിയും അതുപോലെ തന്നെ ഗൗതത്തെ തന്നെ നോക്കിയിരിക്കുന്നു. പക്ഷേ ലക്ഷ്മിയുടെ മുഖത്ത് വലിയ സന്തോഷമോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം മകനോട് മറ്റു വിവാഹം കഴിക്കരുതെന്ന് പിങ്കി ആവശ്യപ്പെട്ടിരിക്കുന്നത് അമ്മ കേട്ടതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും മുഹൂർത്തത്തിന് സമയമായി, താലി കെട്ടാം എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞപ്പോഴേക്കും, അതായത് തിരുമേനി പറഞ്ഞപ്പോഴേക്കും നമ്മുടെ അർജുൻ താലിയെടുത്ത് ഇങ്ങനെ പിങ്കിയുടെ കഴുത്തേലേക്ക് കെട്ടാൻ തുടങ്ങുന്നു. അപ്പോഴേക്കും വേണ്ട എന്ന് പിങ്കി അവിടെ വെച്ച് തറപ്പിച്ചങ്ങ് പറഞ്ഞു. അപ്പോഴേക്കും ആ സ്ഥലം മുഴുവൻ ഇളകി മറിഞ്ഞു. അങ്ങനെ അർജുൻ താലി കെട്ടാൻ തുടങ്ങിയപ്പോൾ വേണ്ട എന്ന് പറയുന്ന ആരും പ്രതീക്ഷിച്ചില്ലല്ലോ. ഇങ്ങനെ ഗൗതം ഇങ്ങനെ അമ്പരന്നിരിക്കും കേട്ടോ അപ്പോഴത്തേക്ക് ഈ കാഴ്ചയൊക്കെ കണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ആർക്കും ഒന്നും മനസ്സിലാകുന്നുമില്ല. എല്ലാവരും ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ പിങ്കി അവിടെ നിന്ന് ചാടി അങ്ങോട്ട് എഴുന്നേറ്റു. ഇരുന്നിടത്ത് നിന്ന് ചാടി എഴുന്നേറ്റിട്ട് ഗൗതത്തിൻ്റെ കാര്യം എല്ലാവരോടുമായിട്ട് ഇങ്ങനെ പറയുക. അപ്പോൾ ഗൗതമാണ് ഈ താലി എന്നെ അണിയിക്കേണ്ടത് അർജുനല്ല എന്നും പറഞ്ഞുകൊണ്ട്, അപ്പോൾ ഗൗതമാണെന്നും പറഞ്ഞു. ഈ സമയത്ത് എല്ലാവരും ഇങ്ങനെ വാവിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ. ഞാൻ അന്നേ പറഞ്ഞതാ എനിക്ക് ഈ കല്യാണത്തിന് താല്പര്യം ഇല്ല എന്നുള്ള കാര്യം. പിന്നെ എന്തിനാ നിർബന്ധിച്ച് എന്നെ ഇങ്ങനെ ഈ ഒരു വേഷം കെട്ടിച്ചതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് പിങ്കി ഇങ്ങനെ ഭയങ്കരമായിട്ട് സീനുണ്ടാക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അമ്പരന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആർക്കും ഒന്നും പറയാൻ പറ്റാതെ. പെണ്ണ് കണ്ടു മടങ്ങുമ്പോൾ എന്നെ ഇഷ്ടമല്ല എന്ന് എല്ലാവരോടും തുറന്നു പറയണമെന്ന് ഞാൻ അർജുനോട് അപേക്ഷിച്ചതാണെന്നുള്ള കാര്യങ്ങൾ പറയണം. അപ്പോൾ അന്നറിയാതെ പലരും അറിയാതെ പോയ കഥ ഇന്ന് എല്ലാവരും അറിയുന്നു. അപ്പോൾ അദ്ദേഹത്തിന് എന്നെ ഒരുപാട് ഇഷ്ടമാണ്, പക്ഷേ അദ്ദേഹത്തിനോട് എനിക്ക് ഇഷ്ടം തോന്നണ്ടേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പിങ്കി നിന്ന് പറഞ്ഞ് ദയവ് ചെയ്ത് ആ മനുഷ്യനോടൊപ്പം ജീവിക്കാൻ നിങ്ങൾ എന്നെ അനുവദിക്കണമെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനത്തെ നമ്മുടെ പിങ്കി ഭയങ്കര സീനാക്കി. അപ്പോഴാണ് നമ്മുടെ ഗൗതത്തിൻ്റെ കാര്യം എല്ലാവരും അറിയുന്നത്. ഗൗതം എന്നും പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ ആ പേര് ആവർത്തിച്ച് എടുത്തു പറയുക. എന്നെ വിവാഹം കഴിക്കാൻ പോകുന്നത് സ്വന്തം അനുജനാണെന്ന് ഗൗതം അറിഞ്ഞത് ഈ അവസാന നിമിഷത്തിലാണെന്നുള്ള കാര്യങ്ങൾ പറയുവാണ് പിങ്കി. അപ്പോൾ അർജുൻ ഇങ്ങനെ അമ്പരപ്പോടു കൂടി നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഭയങ്കര ട്വിസ്റ്റായിപ്പോയി ആ ഒരു വിവാഹ മണ്ഡപത്തിൽ സംഭവിച്ചത്. അതറിഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വന്തം സഹോദരനെ വേദനിപ്പിക്കാനോ കുടുംബത്തിന് മാനക്കേടുണ്ടാക്കാനോ ഗൗതം ഒരുക്കമായിരുന്നില്ലെന്നുള്ള കാര്യവും പിങ്കി പറയുന്നു. അപ്പോൾ ഏട്ടൻ്റെ ത്യാഗമൊക്കെ കേട്ട് അനിയൻ ഇങ്ങനെ നിൽക്കുകയല്ലേ അവിടെ. അങ്ങനെ എല്ലാവരും ഗൗതത്തെ ഒരു കുറ്റവാളി എന്ന പോലെ ഇങ്ങനെ തുറിച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഗൗതവും തകർന്ന് നിൽക്കുക. കുടുംബത്തിൻ്റെ അഭിമാനത്തിന് വേണ്ടി പരസ്പരം ജീവന് തുല്യം സ്നേഹിക്കുന്ന ഞങ്ങൾ രണ്ടുപേരെയും പിരിക്കണോ എന്നൊക്കെയാണ് പിങ്കിയുടെ വക ചോദ്യം. ഇതൊക്കെ കേൾക്കുമ്പോൾ പിന്നെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റാതെ എല്ലാവരും ഇങ്ങനെ ഒരു നിമിഷത്തേക്ക് സ്റ്റക്കായിട്ട് അവിടെ നിൽക്കുന്നു. അപ്പോഴേക്കും മോനെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവരിങ്ങനെ എല്ലാവരും ആകെ വിഷമിച്ച് നിൽക്കുമ്പോഴത്തേക്കും അർജുൻ ചെന്ന് ഗൗതത്തെ വിളിക്കുക. ഏട്ടാ വന്നേ ഏട്ടാ. എന്താടാ അർജുൻ, നീ എന്തീ കാണിക്കണേ എന്ന് ഗൗതം ചോദിച്ചു. ഏട്ടനോട് വരാനാ പറഞ്ഞത്. ഏട്ടാ വന്നേ എന്നും പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് അർജുൻ കൊണ്ടുപോകും. അപ്പോൾ വാ ഏട്ടാ എന്നും പറഞ്ഞ്. അപ്പം നീ എന്താടാ ഈ കാണിക്കുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും പിടിച്ചു വലിച്ച് ദേ മണ്ഡപത്തിൽ കൊണ്ട് ചെന്നു ഏട്ടനെ. ഏട്ടാ ദേ പൂർണ്ണ മനസ്സോടെ നിറഞ്ഞ സന്തോഷത്തോടെ ദേ ഈ താലി ഈ അനിയൻ ഏട്ടൻ്റെ കൈകളിൽ ഏൽപ്പിക്കുക. ഈ അനിയൻ ഏട്ടനോട് പറയുക ഏട്ടൻ പ്രിയമതയുടെ കഴുത്തിൽ താലി കെട്ടണം. അപ്പോൾ അർജുൻ നീ എന്തൊക്കെ ഈ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും പ്രിയയുടെ അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഈ സമയത്ത് ഇത് എൻ്റെ ഉറച്ച തീരുമാനം ഏട്ടാന്ന് അർജുനും തറപ്പിച്ചങ്ങ് പറഞ്ഞു. ഇനി ഇതിന് മാറ്റമില്ലെന്നും. അർജുൻ നീ എന്തൊക്കെ ഈ പറയുന്നതെന്ന് ഗൗതം വീണ്ടും ആവർത്തിച്ച് ഇങ്ങനെ ചോദിക്കുക. ഏട്ടാ പറയുന്നത് കേൾക്കേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരത്തേക്ക് അർജുൻ ഗൗതത്തിനോട് പറയുന്നു. പിന്നെ അവിടെ നിൽക്കുന്നവരെല്ലാം അടക്കം പറച്ചിൽ തുടങ്ങി ഓരോന്ന്. ഈ സമയത്ത് ലക്ഷ്മിയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുക. എന്താ പറയണ്ട, ഒരു നിമിഷത്തേക്കൊന്നും പറയാൻ പറ്റാതെ. ഈ സമയത്ത് ഈ താലി എടുത്ത് അനിയൻ ചേട്ടൻ്റെ കയ്യിലേക്ക് കൊടുത്ത് ഇത് ഏട്ടൻ വാങ്ങാൻ പറഞ്ഞു. എന്നിട്ട് അത് പിങ്കിയുടെ കഴുത്തിൽ കെട്ടാനും പറഞ്ഞു. അങ്ങനെ പിങ്കിയുടെ കഴുത്തിലേക്ക് ആ താലി കെട്ടാൻ ഗൗതത്തിനെ നിർബന്ധിക്കുകയാണ് നമ്മുടെ അർജുൻ. അങ്ങനെ അനിയൻ്റെ വാക്ക് കേട്ട് ഗൗതം ദേ പിങ്കിയുടെ കഴുത്തിൽ താലി ചാർത്താനായിട്ട് ഒരുങ്ങുന്നു. നെഞ്ച് പൊട്ടുന്ന വേദനയോടെ പാവം അർജുൻ ഇതൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ നിൽക്കുക. എന്തായാലും പിങ്കിക്ക് സന്തോഷമായി. അങ്ങനെ അവരുടെ ആ ഒരു താലികെട്ട് അവിടെ നല്ല ഗംഭീരമായിട്ട് മനോഹരമായിട്ട് ഇങ്ങനെ നടന്നു.
ഒരാഘോഷങ്ങളോ അല്ലെങ്കിൽ ഒരു കൊട്ടും കുരവയും ഇതൊന്നുമില്ലാതെ. പക്ഷേ അരുണിന് മാത്രം സന്തോഷമായി, വേറെ ആർക്കും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എന്തായാലും നമ്മുടെ അർജുൻ അന്നേരവും ആ ഒരു കാഴ്ചയൊന്നും കാണാതെ നേരെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ബ്രോ എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തട്ടി വിളിച്ചു നമ്മുടെ ഗൗതത്തിനെ അരുൺ. അപ്പോഴാണ് പാവം ഈ ഒരു സ്വപ്നത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത്. പെട്ടെന്ന് ആ സ്വപ്നം കഴിഞ്ഞ് നോക്കുമ്പോൾ പിങ്കിയുടെ കഴുത്തിൽ അർജുൻ താലി കെട്ടുന്ന കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ ആ ഒരു സംഭവം അവിടെ നടക്കുമ്പോൾ പിങ്കി നോക്കുന്നത് മുഴുവൻ നമ്മുടെ ഗൗതത്തിനെ ആട്ടോ. പിങ്കി അർജുനെ മൈൻഡേ ചെയ്യുന്നില്ല. അങ്ങനെ ആ ഒരു സംഭവം നീറുന്ന മനസ്സോടെ ഗൗതം കണ്ടുകൊണ്ട് നിൽക്കുന്നു. ഈ സമയത്ത് അർജുൻ നമ്മുടെ പിങ്കിയുടെ കഴുത്തിൽ താലി അണിയിക്കുകയും ചെയ്തു. ഇത് കണ്ടുകൊണ്ട് നമ്മുടെ ഗൗതം അങ്ങനെ കരഞ്ഞുകൊണ്ട് അവിടെ അങ്ങനെ ഇരിക്കുക. എന്തായാലും അധിക നേരം അവിടെ ഗൗതത്തിന് ഇരിക്കാൻ കഴിഞ്ഞില്ല. ഗൗതം ഈ താലികെട്ടിന് ഇതൊക്കെ കണ്ടപ്പോഴേക്കും അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോയി. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ അങ്ങനെ ഇരിക്കുന്നു. പിങ്കിയുടെ കഴുത്തിൽ അർജുൻ്റെ താലി വീണ് കഴിഞ്ഞപ്പോഴാണ് ആശ്വാസമായത് പിങ്കിയുടെ അച്ഛനും അമ്മയ്ക്കും. അങ്ങനെ എന്തായാലും വളരെ സന്തോഷത്തോടെ ആ ഒരു ചടങ്ങും കാര്യങ്ങളെല്ലാം അവിടെ ഭംഗിയായി നടന്നു കേട്ടോ. അതിനുശേഷം പിങ്കി മാലയിടുന്നു, അതുപോലെ അർജുൻ മാലയിടുന്നു. ആ ഒരു വിവാഹ ചടങ്ങിൽ അർജുൻ്റെ മുഖവും വല്ലാതിരിക്കുന്നു, അതുപോലെ നമ്മുടെ ഗൗതത്തിൻ്റെ മുഖവും വല്ലാതിരിക്കുന്നു. ആ ഒരു മംഗളകർമ്മം അവിടെ നല്ല ഭംഗിയായി നടന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ ബാക്കി എന്ത് എന്നുള്ള ഒരു ചോദ്യമാണ് ഗൗതത്തിൻ്റെ മുഖത്തുള്ളതും അതുപോലെ ലക്ഷ്മിയുടെ മുഖത്തുള്ളതും. കാര്യങ്ങളെല്ലാം ലക്ഷ്മിക്ക് അറിയാമല്ലോ. അതുകൊണ്ട് അങ്ങനെ ആ ഒരു ചടങ്ങ് ഗംഭീരമായി നടന്നു കഴിഞ്ഞപ്പോഴേക്കും ഗൗതത്തിന് ടെൻഷനായി എന്നുള്ള കാര്യം പിങ്കിക്ക് മനസ്സിലായി. അച്ഛൻ കൈ പിടിച്ച് കൊടുക്കുന്നതൊന്നും കാണാനുള്ള ത്രാണിയില്ലാതെ നമ്മുടെ ഗൗതം അവിടെ നിന്ന് കണ്ണീരോടെ എഴുന്നേറ്റ് പോവുകയും ചെയ്തു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ ഗൗതത്തിൻ്റെ അടുത്ത് അരികിലേക്ക് അരുൺ വരുന്നു. അരുൺ വന്ന് സമാധാനിപ്പിക്കുക. ബ്രോ എന്താ എന്താ ഇവിടെ മാറി നിൽക്കുന്നതെന്ന് ചോദിച്ച്. ഈ കണ്ണുനീരിൽ ഇപ്പോൾ ഈ നിമിഷം ഇവിടെ തീർക്കണം, എല്ലാം അവസാനിപ്പിക്കണം, കഴിഞ്ഞതെല്ലാം അവസാനിപ്പിക്കണമെന്ന് അരുൺ ബ്രോയോട് പറയുവാണ്. അതൊക്കെ കേട്ട് നമ്മുടെ ഗൗതം ഇങ്ങനെ വിഷമത്തോടു കൂടി ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഗൗതത്തിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു. അപ്പോൾ അത് അവിടുന്ന് സ്റ്റേഷൻ പരിധിയിൽ നിന്നാണ് കോള് വന്നത്. അപ്പോൾ ഗൗതം സാറല്ലേ എന്ന് ചോദിച്ചു. അതെ ഞാനാ സാറേ, ഏലപ്പാറത്തെ രാധിക. അതെ CI വിനയ് ചന്ദ്രൻ്റെ. ഉവ്വ മനസ്സിലായി. എന്താ എന്തെങ്കിലും പറയാനുണ്ടോ? ഇന്നലെ SP ഓഫീസിൽ പോയ വിനയേട്ടൻ രാത്രിയിൽ ടൗണിൽ വന്ന് ഇറങ്ങിയതാ, പക്ഷേ ഇതുവരെ വീട്ടിൽ തിരിച്ചു വന്നിട്ടില്ലെന്നുള്ള കാര്യം പറഞ്ഞു. ഇത് കേട്ടപ്പോഴേക്കും ഗൗതം ഒന്നും വല്ലാതെ ആയിട്ടോ. അച്ഛനെ കാണാഞ്ഞ് രാത്രിയിൽ വിനയേട്ടനെ തേടി പോയ നന്ദയും ഇപ്പോൾ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഞാൻ അറിഞ്ഞിട്ടില്ല കാര്യങ്ങളൊന്നും, എനിക്ക് അറിയില്ല എന്താ സംഭവിച്ചതെന്ന്. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അയ്യോ എന്നിട്ട് ഇപ്പോഴാണ് എന്നെ വിവരം വിളിച്ച് പറയുന്നതെന്നൊക്കെ ചോദിച്ചു അദ്ദേഹം. അത് കേട്ടപ്പോഴേക്കും വിവരങ്ങളെല്ലാം ആ ചേച്ചി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ശരി ഓക്കെ എന്ന് പറഞ്ഞു നമ്മുടെ ഗൗതം ആ ഒരു സ്റ്റോപ്പിൽ തന്നെ ഓടിപ്പോവുക. അപ്പോഴേക്കും അരുൺ ചോദിച്ചു എന്താ ബ്രോ എന്താന്ന്. എനിക്കിനി ഇവിടെ ഒരു നിമിഷം നിൽക്കാൻ പറ്റില്ല, എനിക്ക് ഈ നിമിഷം തന്നെ പോയേ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതം അവിടെ നിന്ന് ഓടിപ്പോവാണ്. അതായത് വിവാഹ മണ്ഡപത്തിൽ നിന്ന് തന്നെ നന്ദയെ രക്ഷിക്കാനായിട്ട് പോണു. അപ്പോൾ ഏട്ടാ നിൽക്കാൻ പറഞ്ഞിട്ടും എനിക്ക് പോയേ പറ്റുള്ളൂ, ഇറ്റ്സ് വെരി അർജൻറ്റ് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നമ്മുടെ ഗൗതം അങ്ങ് പോയി. ഈ സമയം താലികെട്ടും ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം പിങ്കി അവിടെ നിന്ന് ഭയങ്കര കരച്ചിലും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ ഒരു മൂലയ്ക്ക് പോയി മാറി നിൽക്കുക. അപ്പോൾ അങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മകൾക്കരികിലേക്ക് അമ്മ വന്നു. അമ്മ ഇത് കണ്ടുകൊണ്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. അതിനുശേഷം മോൾക്കരികിലേക്ക് ഒന്ന് മോളെ സമാധാനിപ്പിക്കുക. ഈ അമ്മയോട് മോൾക്ക് ദേഷ്യമല്ലേ എന്ന് അമ്മ ചോദിച്ചപ്പോൾ പിങ്കി ഒന്നും മിണ്ടുന്നില്ല. ആഗ്രഹിച്ച ആൾക്കൊപ്പം എൻ്റെ മോൾക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ല അല്ലേ, അപ്പോൾ അതിന് നീ മമ്മിയെ ശപിക്കുകയായിരിക്കും അല്ലേ എന്നൊക്കെ ചോദിച്ചു. അതൊക്കെ കേട്ടിട്ട് പിങ്കി ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. ഒരമ്മയുടെ ധർമ്മസങ്കടം എന്താണെന്ന് ഒരമ്മയാകുമ്പോഴേ നിനക്ക് മനസ്സിലാവുള്ളൂ മോളെ എന്നിങ്ങനെ പറഞ്ഞപ്പം എനിക്ക് മമ്മിയെ മനസ്സിലാകുമെന്ന് പറയുവാണ് നേരം പിങ്കി. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, എനിക്ക് മമ്മിയോട് പിണക്കമോ ഒന്നുമില്ല, ആരോടും ഒരു പിണക്കവും ഇല്ലയെന്ന് നമ്മുടെ പിങ്കി പറഞ്ഞു. സഹതാപം മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ മമ്മി ഇങ്ങനെ നോക്കി നിൽക്കുക, ഇതെന്തേ പറയുന്നതെന്ന്. മറ്റാരോടും അല്ല എനിക്ക് സഹതാപമുള്ളത്, എന്നോട് തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാം മാറും മോളെന്നും പറഞ്ഞ് അമ്മ മകളെ വീണ്ടും സമാധാനിപ്പിക്കുന്നു. നിൻ്റെ എല്ലാ സങ്കടങ്ങളും മാറും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാം. നിന്നോട് ഈ മമ്മിക്ക് ഒരേ അപേക്ഷ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം എന്താ, ഇന്നു മുതൽ നിൻ്റെ ഭർത്താവ് അർജുനാണ്, അതൊന്ന് മറന്ന് നീ ജീവിക്കരുതെന്ന് പറഞ്ഞു. നിൻ്റെ മനസ്സും ശരീരവും ഇനി അവനുള്ളതാണെന്നുള്ള കാര്യവും അമ്മ മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇനിയുള്ള കാലം ഗൗതം നിൻ്റെ ഭർത്താവിൻ്റെ ചേട്ടൻ മാത്രമാണെന്നുള്ള കാര്യങ്ങളും അമ്മ പറഞ്ഞു കൊടുക്കുന്നു. എൻ്റെ പൊന്നുമോള് അതൊന്നും മറന്ന് പ്രവർത്തിക്കരുത്.
ഇനി നീ ഗൗതത്തെ നിന്റെ ചേട്ടൻ്റെ സ്ഥാനത്ത് മാത്രമേ കാണാൻ പാടുള്ളൂ എന്നുള്ള കാര്യങ്ങളും പറഞ്ഞു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ പിങ്കി ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. അപ്പോഴേക്കും മമ്മിക്ക് ടെൻഷനായി, മോളൊന്നും മിണ്ടുന്നില്ലല്ലോ എന്ന്. മോളെന്തൊന്നും പറയാത്തേന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ, അത് മമ്മി എന്നോട് ക്ഷമിക്കണമെന്നും എൻ്റെ മനസ്സിലെന്നും ഗൗതം മാത്രമായിരിക്കും ഉണ്ടാവുക. എൻ്റെ മനസ്സിൽ എൻ്റെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് ഗൗതമല്ലാതെ മറ്റാരും ഉണ്ടാകില്ലെന്നും പിങ്കി ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ മകൾ അമ്മയോട് മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് കേട്ട് മനസ്സ് പിടഞ്ഞിങ്ങനെ നിൽക്കുകയാണ് അവിടെ നമ്മുടെ പിങ്കിയുടെ മമ്മി. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കാണിച്ചാണ് ഇന്നത്തെ നമ്മുടെ കഥ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എന്തായാലും എന്തൊക്കെയോ വൻ ദുരന്തങ്ങൾ വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇപ്പോൾ ഈ സംഭവിച്ചിരിക്കുന്നത്. പാവം അർജുൻ്റെ ജീവിതത്തിൽ ഇനി എന്തൊക്കെ ആണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണാം. പിങ്കിയും അതുപോലെ ഗൗതവും തമ്മിൽ ഇനി ആ തറവാട്ടിൽ വെച്ച് ഒരുമിച്ച് കണ്ടുമുട്ടുന്നതും അതുപോലെ നമ്മുടെ ഗൗതത്തിൻ്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന ആ ഒരു വലിയ സർപ്രൈസും ഒക്കെയാണ് തുടർന്നുള്ള വിശേഷങ്ങൾ. എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.